ഹായ്, എൻ്റെ പേര് രജിൻ. വെൽക്കം ടു റേസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജൂലൈ 3 കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ കറണ്ട് അഫയേഴ്സും അത് റിലേറ്റഡ് ഇമ്പോർട്ടന്റ് ഫാക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫാക്ട്സും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഫാക്ട്സും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജൂലൈ 3 കറണ്ട് അഫയേഴ്സ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇന്ത്യൻ മറൈൻ ഫിഷിംഗ് ലാൻഡിങ്സ്. അപ്പം ഇന്ത്യൻ മറൈൻ ഫിഷിംഗ് ലാൻഡിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആനുവൽ മറൈൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫിഷ് പ്രൊഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം റീസെന്റ് റിപ്പോർട്ട് CMFRIയുടെ റീസെന്റ് റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഫിഷ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2018 വെച്ച് നമ്മൾ 2019 കമ്പയർ ചെയ്യുമ്പം 2.1% കൂടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഓവറോൾ പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3.56 മില്യൺ ടൺ ആണ് ഓവറോൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2019. അപ്പം ഏത് സ്റ്റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഫിഷ് പ്രൊഡക്ഷനിൽ ഏറ്റവും മുമ്പിൽ ടോപ്പിൽ നിൽക്കുന്നത്? നമുക്ക് അവിടെ നോക്കി അറിയാം, തമിഴ്നാടാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അപ്പം തമിഴ്നാട് റാങ്ക് 1 ആണെങ്കിൽ റാങ്ക് 2ഉം റാങ്ക് 3യിലും ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്? അതേപോലെ ഈ CMFRI ഇത് എന്താണ്, ഇതിന്റെ ഒരു ഫുൾ ഫോം എന്താണ് എന്നൊക്കെ ഉള്ളതാണ് എക്സാമിൽ വേറെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു CMFRI സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഈ ഒരു CMFRI എന്ന് പറയുന്നത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇവരാണ് റീസെന്റ് റിപ്പോർട്ട് കൊണ്ടുവന്നത്. ആ റിപ്പോർട്ട് ആനുവൽ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ ഡേറ്റ അനുസരിച്ച് നമ്മുടെ തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ ഫിഷ് പ്രൊഡക്ഷനിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം സെക്കൻഡ് പൊസിഷൻ ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്ത് ആണ് സെക്കൻഡ് പൊസിഷനിൽ, ആൻഡ് തേർഡ് പൊസിഷനിൽ കേരളയാണ്. അപ്പം ഒരു 2018 നോക്കുമ്പോൾ നമ്മൾ ഗുജറാത്ത് ആയിരുന്നു ഫസ്റ്റ് പൊസിഷനിൽ നിന്നത്, സെക്കൻഡ് പൊസിഷനിലായിരുന്നു തമിഴ്നാട്. അപ്പം ഇപ്പം ഗുജറാത്ത് സെക്കൻഡിൽ വന്നിട്ട് തമിഴ്നാടുമാണ് ഫസ്റ്റ് നിൽക്കുന്നത്, ആൻഡ് കേരള തേർഡ് പൊസിഷനിലായിരുന്നു. ഇപ്പോഴും തേർഡ് പൊസിഷനിൽ തന്നെ റിറ്റെയിൻ ചെയ്യുകയാണ് കേരള എന്ന് പറയുന്നത്. അപ്പം മൊത്ത പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 3.56 മില്യൺ ടൺ ആണ് ആനുവൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് അവിടെ നോക്കിയറിയാം, പെർസെന്റേജ് എന്ന് പറയുന്നത് 2.1% ആണ് കൂടിയേക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടുമാണ്. ആൻഡ് നമ്മുടെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് CSERB സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ്. അപ്പം ഇത് ഇപ്പൊ റീസെന്റ് ഒരു പുതിയൊരു സ്കീം ലോഞ്ച് ചെയ്തു. സ്കീമിന്റെ പേര് എന്ന് പറയുന്നത് ആക്സിലറേറ്റ് വിഗ്യാൻ എന്നാണ്. വിഗ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള യങ്സ്റ്റേഴ്സിനെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള, ഈ ഒരു സയന്റിഫിക് റിസർച്ച് ഇതേപോലത്തുള്ള ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള യങ്സ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുക, അവരെ മെന്റർഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനു വേണ്ടിയാണ് ഈ ഒരു ആക്സിലറേറ്റ് വിഗ്യാൻ സ്കീം എന്ന് പറഞ്ഞ സംഭവം ലോഞ്ച് ചെയ്ത് ഇതുവഴി നമ്മുടെ സയന്റിഫിക് റിസർച്ചും സയന്റിഫിക് മാൻ പവർ ഡെവലപ്പ് ചെയ്യാനും അതുവഴി നമ്മുടെ എക്കണോമി, നമ്മുടെ റിസർച്ച് കരിയേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. അപ്പൊ നമ്മളിതിപ്പം ലാസ്റ്റ് കറണ്ട് അഫയറിൽ റീസെന്റ് കണ്ടതാണ്. ലാസ്റ്റ് ഡേയ്സിലെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പം ഈ ഒരു സ്കീം എന്ന് പറയുന്നത് നമ്മുടെ ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്തത്. COVID-19 പാൻഡമിക് ഇഷ്യൂ വന്ന സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള പൂറായിട്ടുള്ള 80 crore ഇന്ത്യൻസിന് ഫ്രീ ആയിട്ട് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്കീമില് 5 കിലോ റൈസ് ഓർ വീറ്റ് പ്ലസ് 1 കിലോ ചന്നയാണ് ഒരു ഫാമിലിയില് ഒരാൾക്ക് കൊടുക്കുന്നത് ഒരു മാസത്തേക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവം ഏപ്രിലിൽ തുടങ്ങി. ഇപ്പം റീസെന്റ് അത് വീണ്ടും ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു സ്കീമിനെ ഇനി 5 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ നവംബർ വരെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു ഇപ്പം. അപ്പം ഈ നമ്മൾ നേരത്തെ കറണ്ട് അഫയേഴ്സിൽ സംസാരിച്ചത് ഈ ഒരു നവംബർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ 5 മാസത്തേക്ക് മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന് അതിന് വേണ്ടി ചെലവാകുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 90,000 crores ആണ്. അത് നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു വീഡിയോയിൽ. അപ്പം ഇത്രയും ക്രോർ റുപ്പീസ് ആണ് ഈ അടുത്ത 5 മാസത്തേക്ക് മാത്രം നമ്മുടെ ഗവൺമെന്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ ഒരു സ്കീം മുമ്പിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ. ഇപ്പൊ റീസെന്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ മിനിസ്ട്രി ഓഫ് കസ്റ്റമർ അഫയേഴ്സിന്റെ അണ്ടറിലുള്ളത്, അവര് റീസെന്റ് ഈ മൊത്തം സ്കീമിന് എത്ര റുപ്പീസ് ചെലവാകും എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് എടുത്തു. അപ്പൊ അതിന്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 1,48,938 crore rupees ആണ്
ഇതിന് വേണ്ടി മൊത്തത്തിൽ ചെലവാകുന്നത് എന്ന് പറഞ്ഞേക്കുന്നത് 1,48,938 crores അപ്രോക്സിമേറ്റ്ലി. അപ്പൊ ഈ ഒരു എമൗണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു എമൗണ്ട് ആണ് മൊത്തം ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് മൊത്തം നവംബർ വരെ എസ്റ്റിമേറ്റ് ചെയ്തപ്പം നമ്മുടെ ഗവൺമെന്റിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ ഒരു സ്കീം മുമ്പിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ. നെക്സ്റ്റ്, എസ്കോച്ച് സമ്മിറ്റ് അല്ലെങ്കിൽ എസ്കോച്ച് അവാർഡ്. എസ്കോച്ച് അവാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ കൊടുക്കുന്നത്. നമുക്കറിയാം ഗവൺമെന്റൽ ഓർഗനൈസേഷൻ കൊടുക്കുന്ന അവാർഡ്സ് നമുക്കറിയാം. നമ്മുടെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഈ എസ്കോച്ച് അവാർഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു അവാർഡ് യൂഷ്വലി കൊടുക്കുന്നത് ഡിജിറ്റൽ ഫിനാൻസ്, സോഷ്യൽ ഇൻക്ലൂഷൻ ഇതേപോലത്തെ കാര്യങ്ങളിലൊക്കെ ബെസ്റ്റ് എഫോർട്ട് ഇടുന്നത്, ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഓർഗനൈസേഷൻ ആളുകൾക്കാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ റീസെന്റ് ഇപ്പം ഈ ഒരു 2020 അവാർഡ് കിട്ടിയേക്കുന്നത് നാഗാലാൻഡിലെ മോൺ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനാണ് കിട്ടിയിരിക്കുന്നത്. മോൺ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഡിസ്ട്രിക്ട് ആണ്. മോൺ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നാഗാലാൻഡിലെ അവർക്കാണ് ഈ വർഷത്തെ ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് ദി കൺട്രി ഫോർ പബ്ലിക് സർവീസ് ആണ്. അത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ കൊടുക്കുന്നത്. അപ്പം ആ ഒരു വേർഡ് എസ്കോച്ച് അവാർഡ് അത് ഇറ്റ് സെൽഫ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് 65ാമത്തെ എസ്കോച്ച് സമ്മിറ്റിലാണ് ഈ ഒരു അവാർഡ് പ്രഖ്യാപിച്ചേക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, 2020 ഗ്രേറ്റ് ഇമിഗ്രൻസ് അവാർഡ്. അപ്പൊ ഈ ഒരു സംഭവം നമ്മുടെ ന്യൂയോർക്കിലുള്ള കാർനെഗി കോർപ്പറേഷൻ ആണ് കൊടുക്കുന്നത്. ഈ ഒരു അവാർഡ് യൂഷ്വലി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറത്തുനിന്ന് വന്ന ആ ഒരു ന്യൂയോർക്കിൽ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിന്ന് വന്നിട്ട് ആ ന്യൂയോർക്ക് കൺട്രിയിലെ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന അല്ലെങ്കിൽ ആ കൺട്രിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഇമിഗ്രൻസിനാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ റീസെന്റ് ഇതിന്റെ അവാർഡ് നമ്മൾ 2 ഇന്ത്യൻസിനാണ് കിട്ടിയത്. അപ്പൊ ആ 2 ഇന്ത്യൻസ് എന്ന് പറയുന്ന അവരുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്. സിദ്ധാർത്ഥ് മുഖർജിയും രാജ് ചെട്ടിയുമാണ് ആ 2 അവാർഡ് കിട്ടിയ ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും ചെയ്ത് എന്താണെന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥ് മുഖർജി നമ്മുടെ COVID-19 പാൻഡമിക്കിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ അവിടുത്തെ ആൾക്കാർക്ക് കൊടുത്തെങ്കിൽ സെയിം ടൈം രാജ് ചെട്ടി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു COVID-19 ഇഷ്യൂ കാരണം അവിടുത്തെ ആ കൺട്രിയിൽ ഉണ്ടാവുന്ന ആളുകൾക്കും ബിസിനസിനും കൺട്രിക്കും ഉണ്ടാകുന്ന എക്കണോമിക് ഇമ്പാക്ട് അതിനെക്കുറിച്ചുള്ള ഒരു റിസോഴ്സ് മോണിറ്ററിംഗ് ആണ് രാജ് ചെട്ടി ചെയ്തത്. അപ്പൊ ഈ ഒരു 2 എഫോർട്ട് ഇവർ ചെയ്ത ഈ 2 ഒരു എഫോർട്ട് കോൺട്രിബ്യൂഷന് വേണ്ടിയാണ് ഇവർക്ക് 2020 ഗ്രേറ്റ് ഇമിഗ്രൻസ് അവാർഡ് ആ ഒരു ഹോണർ കൊടുക്കുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ഇന്ത്യ എന്നുള്ള 2 അഗ്രികൾച്ചർ എക്സ്പേർട്സിന് റീസെന്റ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ ചീഫ് നമുക്കറിയാം ആന്റോണിയോ ഗുട്ടറസ് ആള് ഈ 2 പേരെ അവരുടെ 2021 യുണൈറ്റഡ് നേഷൻ 2021 ഫുഡ് സമ്മിറ്റിന്റെ സയന്റിഫിക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. അപ്പം ആരാണ് ആ 2 ഇന്ത്യയിൽ നിന്നുള്ള അഗ്രികൾച്ചർ എക്സ്പേർട്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് റത്തൻ ലാലും ഉമ ലീലി ആണ് ആ 2 പേരെന്ന് പറയുന്നത്. റത്തൻ ലാൽ ആൻഡ് ഡോക്ടർ ഉമ ലീലി ആണ് ആ 2 പേര്. ഇവരെ 2 പേരെയാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻ 2021 ഫുഡ് സമ്മിറ്റിന്റെ സയന്റിഫിക് ഗ്രൂപ്പിലോട്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ചീഫ് അതിന്റെ മെമ്പറായിട്ട് ആഡ് ചെയ്തത്. ഇവരുടെ ജോലി എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആളുകൾക്ക് ഫുഡ് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും സേഫ് ആയിട്ടുള്ള ഫുഡും എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള അവയർനെസ് കൊടുക്കുക, അതിനെക്കുറിച്ചുള്ള ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, India's permanent representative or ambassador to the United Nations and other international organization in Geneva. അപ്പം ജനീവയിലുള്ള യുണൈറ്റഡ് നേഷന്റെ ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ അംബാസിഡറും അതേപോലെ വേറെ ഓർഗനൈസേഷൻ ജനീവയിലുള്ള ഇന്റർനാഷണൽ വേറെ ഓർഗനൈസേഷനിലേക്കുള്ള ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആരെയാണ് റീസെന്റ് അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ അതെന്ന് പറയുന്നത് ഇന്ദ്രാമണി പാണ്ഡെ ആണ്. ആള് IFS ഓഫീസറാണ് 1990 ബാച്ചില്. അപ്പം ആളെയാണ് ഇന്ത്യസ് പെർമനന്റ് റെപ്രസെന്റേറ്റീവ് അംബാസിഡർ ടു ദി യുണൈറ്റഡ് നേഷൻസ് ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ ജനീവ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. നെക്സ്റ്റ്, അപ്പം എയർബോൺ ലോക്കസ് കൺട്രോൾ സിസ്റ്റം. അപ്പൊ ഈ ഒരു സംഭവം ഇന്ത്യയിൽ ഇപ്പം റീസെന്റ് കൊണ്ടുവന്നത് ആരാണ്? അവരത് ചെയ്തേക്കുന്ന MI-17 ഹെലികോപ്റ്റേഴ്സ് 2 MI-17 ഹെലികോപ്റ്റേഴ്സ് യൂസ് ചെയ്താണ് ഈ ഒരു ലോക്കസ് കൺട്രോൾ സിസ്റ്റം കൊണ്ടുവന്നേക്കുന്നത്. സോ ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ കൊണ്ടുവന്നത് ഇന്ത്യൻ എയർഫോഴ്സും CSIO സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് ഓർഗനൈസേഷൻ ഈ 2 പേരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു എയർബോൺ ലോക്കസ് കൺട്രോൾ സിസ്റ്റം അതും MI-17 ഹെലികോപ്റ്റേഴ്സ് യൂസ് ചെയ്ത് 2 MI-17 ഹെലികോപ്റ്റേഴ്സ് യൂസ് ചെയ്ത് കൊണ്ടുവന്നത്.
അപ്പം ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. നമ്മൾ ഈ ഒരു ഇതിന്റെ ഒരു വേറെ ഒരു ക്വസ്റ്റൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ. ഇതേപോലെ ആദ്യമായിട്ട് വേൾഡിൽ തന്നെ ഡ്രോൺസ് യൂസ് ചെയ്ത് ഈ ഒരു ലോക്കസ് കൺട്രോൾ സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഏത് കൺട്രി ആണെന്നുള്ളത്, അതും നമ്മുടെ ഇന്ത്യ തന്നെയാണ് കൊണ്ടുവന്നത്. ഡ്രോൺ യൂസ് ചെയ്ത് ലോക്കസ് കൺട്രോൾ സിസ്റ്റം ആദ്യമായിട്ട് ഒരു ലോക്കസ് കൺട്രോൾ സിസ്റ്റം ഡ്രോൺസ് യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇന്ത്യയാണ്. അപ്പൊ ഇവർ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 800 ലിറ്റേഴ്സ് ഓഫ് പെസ്റ്റിസൈഡ് 750 ഹെക്ടർ ഏരിയയിൽ 40 മിനിറ്റ് കൊണ്ടാണ് ഇവർ സ്പ്രേ ചെയ്യുന്നത്. സോ അതുവഴി ഈ ഒരു ലോക്കസ്റ്റിന്റെ ബ്രീഡിംഗ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് റീസെന്റ് ഒരു ബോഡിയുടെ കൂടെ ചേർന്നിട്ട് ആദ്യമായിട്ട് കോവിഡ് വാക്സിൻ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ് August 15. അപ്പൊ അതിന്റെ ഒരു ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാക്സിന്റെ. അപ്പം ആ ഒരു വാക്സിന്റെ പേര് എന്ന് പറയുന്നത് കോവാക്സിൻ എന്നാണ്. ആ ഒരു വാക്സിന്റെ പേര് എന്ന് പറയുന്നത് ഏത് ബോഡിയുടെ കൂടെ ചേർന്നാണ് ICMR ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പം ICMR ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പം ICMR ഭാരത് ബയോടെക് ഇന്റർനാഷണൽ ലിമിറ്റഡിന്റെ കൂടെ ചേർന്നിട്ടാണ് കോവാക്സിൻ, കോവിഡിന് എഗൻസ്റ്റ് ഉള്ള വാക്സിൻ ആണ് കോവാക്സിൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ വാക്സിൻ ഇപ്പം ക്ലിനിക്കൽ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് August 15 ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് ഇവരുടെ ഒരു പ്ലാൻ പബ്ലിക് യൂസിന് വേണ്ടി. അപ്പം ഇതിപ്പോ ഈ ഒരു വാക്സിൻ പ്രോജക്റ്റ് തന്നെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ടോപ്പ് പ്രയോറിറ്റി പ്രോജക്ട്സിൽ ഒന്നാണ്. നെക്സ്റ്റ്, സൈഡസ് കെഡീല. ഇപ്പം റീസെന്റ് സൈഡസ് കെഡീലയ്ക്ക് ഇപ്പൊ നമ്മൾ വാക്സിനെ കുറിച്ച് നോക്കിയതേ ഉള്ളൂ. അപ്പം അഗെയിൻ ഇത് രണ്ടാമത്തെ വാക്സിൻ ആണ് COVID-19 അഗേൻസ്റ്റ് ഉള്ള നമ്മൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ഇത് ന്യൂസിൽ വരാൻ കാരണം എന്ന് പറയുന്നത് സൈഡസ് കെഡീല അവരുടെ വാക്സിൻ സൈക്കോവിഡി എന്നാണ് ആ വാക്സിന്റെ പേര്. ആ വാക്സിന് ക്ലിനിക്കൽ ട്രയൽസിനുള്ള പെർമിഷൻ കിട്ടി. ഹ്യൂമൻസിന്റെ മേളിൽ phase 1 and phase 2 ക്ലിനിക്കൽ ട്രയൽസിനുള്ള പെർമിഷൻ കിട്ടി റീസെന്റ് ഈ സൈഡസ് കെഡീലയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് ന്യൂസ് വരാൻ കാരണം. അപ്പൊ ഇത് രണ്ടാമത്തെ വാക്സിൻ ആണ് COVID-19 അഗേൻസ്റ്റ് ഉള്ള നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത് വാക്സിൻ ടെക്നോളജി സെന്റർ അഹമ്മദാബാദിലാണ് ഈ ഒരു സംഭവം. അവരാണ് ഇപ്പൊ ഈ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ വാക്സിൻ ആണ്. ഇപ്പൊ എക്സാമ്പിൾ അഗെയിൻ ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. കോവാക്സിൻ ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ് ഇപ്പൊ ഈ ഒരു സൈക്കോവിഡി എന്ന് പറഞ്ഞ വാക്സിനും ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ശ്രാവണി മേള. ഇത് ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആണ്? അപ്പൊ ശ്രാവണി മേള എന്ന് പറയുന്നത് ഒരു നമ്മുടെ ജാർഖണ്ഡ് സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ജാർഖണ്ഡ് സ്റ്റേറ്റിലെ ഒരു എന്താ പറയാ വേൾഡ് ഫേമസ് മേളയാണ് ഈ ഒരു ശ്രാവണി മേള എന്ന് പറയുന്നത്. അപ്പൊ ഇത് റീസെന്റ് COVID-19 ഇഷ്യൂ കാരണം ഈ ഒരു സംഭവം പോസ്റ്റ്പോൺ ചെയ്തു. അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വരാൻ കാരണം. അപ്പം ശ്രാവണി മേള എന്ന് പറഞ്ഞ ആ സംഭവം എക്സാമിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഇത് ഏത് സ്റ്റേറ്റിലാണ് നടക്കുന്നത് എന്നായിരിക്കും എക്സാമിൽ ചോദിക്കാൻ പോകുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ് അവരുടെ സ്റ്റേറ്റിലെ ലോയേഴ്സിന് ആക്ച്വലി ജൂനിയർ ലോയേഴ്സിന് ഇപ്പോഴത്തെ COVID-19 ഇഷ്യൂ കാരണം അവർക്ക് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് മാറ്റാൻ വേണ്ടി അടുത്ത 2 വർഷത്തേക്ക് 3000 രൂപ വെച്ച് സ്റ്റൈഫൻഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട് ഗവൺമെന്റ് ആണ് അത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. തമിഴ്നാട് ഗവൺമെന്റ് തമിഴ്നാട് സ്റ്റേറ്റിലുള്ള ജൂനിയർ ലോയേഴ്സിന് അടുത്ത 2 വർഷത്തേക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി 3000 രൂപ വെച്ച് സ്റ്റൈഫൻഡ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, യെല്ലോ ഡസ്റ്റ്ബിൻസ്. അപ്പം ഇത് കൊറോണ റെസിഡ്യൂൾസ്, അപ്പം അല്ലെങ്കിൽ കൊറോണ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു യെല്ലോ ഡസ്റ്റ്ബിൻസ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഏത് സ്ഥലത്താണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു യെല്ലോ ഡസ്റ്റ്ബിൻ എന്ന് പറയുന്ന സംഭവം ഈ COVID-19 വേസ്റ്റ് മാത്രം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നത്? അപ്പം അത് കൊണ്ടുവന്നേക്കുന്നത് ഇൻഡോറിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു സിറ്റി ഇങ്ങനൊരു സംഭവം, ഒരു സെപ്പറേറ്റ് ഡസ്റ്റ്ബിൻ COVID-19 വേസ്റ്റ് മാത്രം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ഡസ്റ്റ്ബിൻ കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ കളർ ഇമ്പോർട്ടന്റ് ആണ്. യെല്ലോ ഡസ്റ്റ്ബിൻസ് ആണ്, യെല്ലോ കളറാണ് ഇത്. ഇത് കൂടാതെ യെല്ലോ അല്ല, ഇതിന് മുമ്പും ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ ഡസ്റ്റ്ബിൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിയുള്ള വേസ്റ്റിന് വേണ്ടി. പക്ഷെ യെല്ലോ ഡസ്റ്റ്ബിൻ ഈ ഒരു വേസ്റ്റിന് വേണ്ടി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സിറ്റിയാണ് ഇൻഡോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് 100% പഞ്ച്വാലിറ്റി റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക്
ആ ഒരു ഡേറ്റ് ആണ് ഇമ്പോർട്ടന്റ്. എന്നാണ് 100% പഞ്ച്വാലിറ്റി റെക്കോർഡ് അറ്റൈൻ ചെയ്തത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. അപ്പൊ അത് ചെയ്തതെന്ന് പറയുന്നത് ജൂലൈ 1, 2020 ആണ് അറ്റൈൻ ചെയ്തത്. അന്നത്തെ ദിവസം 201 ട്രെയിനാണ് റെയിൽവേ ഓടിച്ചത്. ആ 201 ട്രെയിനും പഞ്ച്വൽ ആയിരുന്നു, കറക്റ്റ് സമയത്താണ് എത്തേണ്ട സ്ഥലത്ത് എത്തിയത്. അപ്പം ആക്ച്വലി ഇതിന് മുമ്പ് ഏറ്റവും കൂടുതൽ പഞ്ച്വൽ ആയിട്ടുള്ള ഒരു ടൈം കീപ്പ് ചെയ്ത ഡേ എന്ന് പറയുന്നത് 23 ജൂൺ 2020 ആണ്. പക്ഷെ അന്ന് ഒറ്റ ഒരു ട്രെയിൻ മാത്രമാണ് ലേറ്റ് ആയത്. ആ ഒറ്റ ട്രെയിൻ ലേറ്റ് ആയ കാരണം 100% പഞ്ച്വാലിറ്റി റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഈ ആദ്യമായിട്ട് റെയിൽവേയുടെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് 100% പഞ്ച്വാലിറ്റി റെക്കോർഡ് ചെയ്യുന്നത് ഈ പറയുന്ന ജൂലൈ 1 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ് അത്. നെക്സ്റ്റ്, നമ്മുടെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു റീസെന്റ് ഒരു ബുക്ക് റിലീസ് ചെയ്തു. ബുക്കിന്റെ പേര് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ 9 മെഗാ ട്രെൻഡ്സ് എന്നാണ് ആ ബുക്കിന്റെ പേര്. അപ്പൊ ആരാണ് ഈ ബുക്കിന്റെ ഒരു ഓഥർ എന്ന് പറയുന്നത്? അപ്പൊ ഈ ഒരു ബുക്കിന്റെ ഓഥർ എന്ന് പറയുന്നത് പട്ടാഭിറാമാണ്. ഈ ബുക്കിന്റെ ഓഥർ എന്ന് പറയുന്നത്. അപ്പം ബുക്കിന്റെ ഓഥറുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്. പട്ടാഭിറാമാണ് ഈ ഒരു ബുക്കിന്റെ ഓഥർ എന്ന് പറയുന്നത്. ഈ ബുക്കിന്റെ ഇമ്പോർട്ടൻസ് കൂടാനുള്ള കാരണം ഈ ബുക്കിൽ പറയുന്നത് നമ്മുടെ പോസ്റ്റ് COVID-19 ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ ഒരു ബുക്കിൽ പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു COVID-19 ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൽ നമ്മുടെ സ്റ്റുഡൻസ് ടീച്ചർ റിലേഷൻഷിപ്പ്, ബാക്കിയുള്ള ലേണിംഗ് മെത്തേഡ്സ്, ലബോറട്ടറീസ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ സംഭവം പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ബുക്ക് റെഡിയാക്കിയിരിക്കുന്നത് ഇന്ത്യയിലുള്ള 5000 എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് സർവേ എടുത്തതിന് ശേഷമാണ് ഈ ഒരു ബുക്ക് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പം ആ ഒരു ബുക്കിന്റെ പേര് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ 9 മെഗാ ട്രെൻഡ്സ് എന്നാണ് ആ ഒരു ബുക്കിന്റെ പേര്. ഓഥർ പട്ടാഭിറാമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ലാസ്റ്റ് ഡേയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ അതിന് മുമ്പുള്ള ദിവസത്തിലെ ജൂലൈ 2 കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, അത് റിലേറ്റഡ് ക്വിസും അങ്ങനെയുള്ള ഫാക്ട്സ് എല്ലാം കൂടി വെച്ച് നമുക്കൊരു ചെറിയ ക്വിസ് പോലെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് ഫസ്റ്റ് ഓൺലൈൻ BSc ഡിഗ്രി പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് നമ്മുടെ ഇന്ത്യയാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സിൽ കണ്ടായിരുന്നു. ആ പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റാ സയൻസ് ആണ്. അപ്പം ഏത് IIT ആണ്, ഇന്ത്യയിലെ ഏത് IIT ആണ് ഈ ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്? അപ്പൊ ആ ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ IIT മദ്രാസ് ആണ് ഈ ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്. ഇത് തന്നെ വേൾഡിലെ ഫസ്റ്റ് ഓൺലൈൻ BSc ഡിഗ്രി ആണ്. നെക്സ്റ്റ്, ആരാണ് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് റിഫോം എന്നറിയപ്പെടുന്നത്? അപ്പം ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നൊറോജിയാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് റിഫോം, ഇത് ആക്ച്വലി ഈ ആളെന്ന് പറയുന്നത് ഫോർമർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൂടിയാണ്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മളുടെ PV നരസിംഹറാവു ആണ് നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് റിഫോം എന്നറിയപ്പെടുന്നത്. ഇത് കൂടാതെ ഫാദർ ഓഫ് ന്യൂ എക്കണോമിക് പോളിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ ആൻസറും നരസിംഹറാവു ആണ്. ആക്ച്വലി നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് സമയത്താണ് നമ്മുടെ പുതിയ എക്കണോമിക് പോളിസിയൊക്കെ കൊണ്ടുവന്നത്. ആൻഡ് ഇന്ന് നമ്മുടെ കൺട്രിയിലുള്ള എല്ലാ എക്കണോമിക് പോളിസീസും ഫ്രെയിം ചെയ്യുന്നത് ഈ ഒരു എക്കണോമിക് പോളിസിയുടെ ബേസിസിലാണ്. ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസി, ഈ ന്യൂ എക്കണോമിക് റിഫോമിന്റെ ബേസിസിലാണ് ഇപ്പൊ നമ്മളുടെ ഇന്ത്യയിലുള്ള എല്ലാ എക്കണോമിക് പോളിസീസും ഫ്രെയിം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓക്കെ, റീസെന്റ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു സ്റ്റേറ്റിനെ ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചായിരുന്നു. അപ്പം അത് പ്രഖ്യാപിക്കുന്ന ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു AFSPA, ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് 1958 അണ്ടറിലാണ് ഈ സംഭവം പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഏത് സ്റ്റേറ്റിനെയാണ് പ്രഖ്യാപിച്ചത്? അപ്പൊ അതെന്ന് പറയുന്നത് നാഗാലാൻഡിനെയാണ് പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ്, ഓക്കെ, ഏത് കൺട്രി ആയിട്ടാണ് നമ്മുടെ ഇന്ത്യ റീസെന്റ് 50-50 ജോയിന്റ് വെഞ്ചർ കമ്പനി തുടങ്ങാൻ പോകുന്നത്? ഇതെന്ന് പറയുന്ന ഒരു LPG ബിസിനസ് ആണ്. ആ കൺട്രിയിലെ ആളുകൾ LPG കസ്റ്റമേഴ്സിന് അഫോർഡബിൾ റേറ്റ്സിൽ LPG കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ബിസിനസ്സിൽ എയിം എന്ന് പറയുന്നത്. സോ അത് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ബംഗ്ലാദേശിന്റെ കൂടെ ചേർന്നിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ്, name the organization which along with Rocky Mountain Institute released a report titled Towards a Clean Economy. അപ്പം ഈ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നത് റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഗ്രീൻ ടെക്നോളജി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്തേക്കുന്നത് നിറ്റി ആയോഗിന്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് ടുവേർഡ്സ് എ ക്ലീൻ എക്കണോമി എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ PM നമ്മൾ ഇച്ചിരി നേരത്തെ സംസാരിച്ചായിരുന്നു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. ഈ ഒരു സംഭവത്തിന് വേണ്ടി നെക്സ്റ്റ് 5 months എത്ര crore rupees ആണ് നമ്മുടെ ഗവൺമെന്റിന് ചെലവ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇച്ചിരി നേരത്തെ കറണ്ട് അഫയറിൽ പറഞ്ഞതാണ്. അപ്പൊ അടുത്ത 5 മാസത്തേക്ക് മാത്രം അതിന്റെ ചെലവ് എന്ന് പറയുന്നത് 90,000 crore ആണ്. നെക്സ്റ്റ്,
What is the amount that was provided by World Bank to India for MSME, Micro, Small, Medium Enterprises Emergency Response Program? അപ്പം ഈ MSMEയുടെ പുതിയൊരു നെയിം നമ്മൾ സംസാരിച്ചിരുന്നു. ഇതിന്റെ പുതിയൊരു നെയിം എന്ന് പറയുന്നത് ഉദ്യം എന്നാണ്. ഈ MSMEയുടെ പുതിയ നെയിം എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഉദ്യം രജിസ്ട്രേഷൻ എന്നാണ്. സോ അതിനുവേണ്ടി വേൾഡ് ബാങ്ക് ഇപ്പം അലോട്ട് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് $750 million ആണ് അലോട്ട് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, who has been appointed as the CEO of Central Board of Film Certification. സോ അതെന്ന് പറയുന്നത് രവീന്ദ്ര വാക്കർ ആണ്. നമ്മൾ ഇന്നലത്തെ കറന്റ് അഫയേഴ്സിൽ കണ്ടായിരുന്നു. നെക്സ്റ്റ്, which among the following has won 2 awards under the categories Best Innovation for COVID-19 Society and People's Choice COVID-19 Overall Winner in 4th Annual COGETS 2020? അപ്പം COGETS എന്ന് പറയുന്നത് Cognition X 2020 എന്നാണ്. അപ്പൊ ഇവരുടെ ഈ ഒരു 2 അവാർഡ് ലഭിച്ചേക്കുന്നത് മൈ ജിഒവി കൊറോണ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പ്രോഗ്രാമിനാണ് 2 അവാർഡ് ലഭിച്ചേക്കുന്നത്. നെക്സ്റ്റ്, who is the most valuable test player of 21st century as per wisdom? ഇപ്പം വിസ്ഡന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പം ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ ടെസ്റ്റ് പ്ലെയർ ഓഫ് 21st century എന്ന് പറയുന്നത് രവീന്ദ്ര ജഡേജയാണ്. നെക്സ്റ്റ്, name the country who participated in PASET's naval exercise. അപ്പം പാസസ് നേവൽ എക്സസൈസ് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നടക്കുന്ന ഒരു എക്സസൈസ് ആണ്. നമ്മുടെ ഇന്ത്യൻ ഓഷ്യനെ കുറിച്ചുള്ള കൂടുതൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് പ്രൊമോഷന് വേണ്ടിയാണ് ഈ ഒരു എക്സസൈസ് നടത്തുന്നത്. അപ്പൊ ഈ ഒരു എക്സസൈസ് നേവൽ എക്സസൈസ് പാസെറ്റ്സ് എന്ന് പറയുന്ന ഒരു നേവൽ എക്സസൈസ് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള എക്സസൈസ് ആണ്. അപ്പോ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സും അതിന്റെ മുമ്പത്തെ ഡേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ നാളെ വീണ്ടും ഇന്നത്തെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് നാളെ നമ്മൾ വീണ്ടും കാണും. സോ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു.